നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. അതിബുദ്ധിമാനായ നിങ്ങളോട് വിലപേശണമെങ്കിലേ കൃത്യമായ സമയം തന്നെ തിരഞ്ഞെടുക്കണം. ഞാൻ പലതവണ ആവശ്യപ്പെട്ടൊരു കാര്യം നമുക്കിടയിൽ കിടക്കുന്നുണ്ട്. നമ്മുടെ ഡിവോഴ്സ്. ഞാൻ പ്രസവിക്കുന്ന ദിവസം എനിക്ക് ഡിവോഴ്സ് അനുവദിക്കുമെന്ന് നിങ്ങൾ പറഞ്ഞതാ. അമ്മേ, അച്ഛനൊന്നും പറ്റിയിട്ടില്ല. അച്ഛനോട് എണീക്കാൻ പറ. അങ്ങോട്ട് മാറി ഇരുന്ന് കല്ല് കളിക്കടാ മോളെ. അതങ്ങ് എടുത്തോ. ഹലോ, എന്താന്ന്? ദൈവമേ, അയ്യോ കേക്കണേ. മോനെ, മോളെ, വെള്ളിയച്ഛൻ നമ്മളെ വിട്ട് പോയടാ. നമ്മളെ വിട്ട് പോയി. പോയടാ. സാറാ വിളിച്ചത്. അയ്യോ, എന്റെ താലക്കൊല്ലാതെ കിടക്കുക. എനിക്ക് വേദനിപ്പിച്ച് വേദനിപ്പിച്ച് അവസാനം ഇല്ലാണ്ടാക്കിയില്ലോ. എനിക്ക് സത്യത്തിൽ ഞാൻ കരുതിയത് ഹരി ആശുപത്രിയിലായോണ്ട് ചടങ്ങ് മാറ്റിവെക്കുന്ന. ഞാനിവനോട് പറഞ്ഞതാ, കുഞ്ഞിന്റെ കാര്യമായതുകൊണ്ട് അവൻ കേൾക്കില്ല. ഹരിയുടെയും മീനയുടെയും കല്യാണം കഴിഞ്ഞിട്ട് ഇന്നലെ എന്ന പോലെ തോന്നുവോ? അതങ്ങനെയൊക്കെ തോന്നും. കാര്യങ്ങൾ അവര് കല്യാണത്തിന് മുമ്പേ നടത്തി വെച്ചില്ലേ. നിങ്ങൾക്കൊന്നും വേറെ പണിയില്ല ചേച്ചി. ഒരു ചടങ്ങിന് വിളിച്ചാൽ അതിൽ മാന്യമായിട്ട് പങ്കെടുക്കണം, എന്നിട്ട് തിരിച്ചു പോകണം. അല്ലാതെ ഇവിടെ ചെന്നാലും ദൂഷ്യം കണ്ടുപിടിച്ച് നാണമില്ല ചേച്ചി. എടാ, 20 പേർക്കുള്ള ഫുഡാ പറഞ്ഞേക്കുന്നേ. അതിലും കൂടുതൽ വേണ്ടി വരുമോ? ഏയ് ഇല്ല, അത്രയ്ക്കല്ലേ ഉള്ളൂ. ആ, ഇവളെന്തിനാ ഏതു നേരം ഇവിടെ കയറി വരുന്നേ? ഇപ്പൊ നീ ഒന്നും പറയണ്ട. കുഞ്ഞിന്റെ ചടങ്ങിനാ ഇപ്പൊ പ്രാധാന്യം. എന്താ ഹരി, സുഖായോ? എനിക്കതിനൊരു അസുഖമില്ല. അത് ഹരിയുടെ ധീരത. പക്ഷെ ഹോസ്പിറ്റലിൽ കിടന്നുള്ളത് സത്യാണല്ലോ. അതുകൊണ്ട് ചോദിച്ചെന്നുള്ളൂ. അല്ല, വേണുവിന് എന്താ ഒരു ദേഷ്യം പോലെ? ഞങ്ങള് പച്ച മനുഷ്യരാ. ചിലപ്പോ മനസ്സിൽ ദേഷ്യം തോന്നിയാ അത് മുഖത്ത് കാണും.
ഞാനിപ്പോ വരാം. അല്ല ഹരി, പറഞ്ഞ മുഹൂർത്തമായാലോ? ഇനിയിപ്പോ നമുക്ക് ചടങ്ങ് തുടങ്ങിക്കൂടെ? ആ തുടങ്ങാം. അല്ല, വീണ എവിടെ? വീണ വിളിച്ചോണ്ട് വാ. എടാ, ഞാൻ പോയി ആളെ വിളിച്ചോണ്ട് വരാം. വേണ്ട മാവ, ഏ ഞാൻ ചെന്ന് വിളിച്ചിട്ട് വരാം. ആ ഹരി, കുഞ്ഞിന്റെ നൂലുകെട്ട് ഹരിയുടെ ചടങ്ങാണ്. വീണയുടെ ചടങ്ങ് അവൾ പറയാനിരിക്കുന്നതേ ഉള്ളൂ. ചടങ്ങിന് നേരമായി. നീ താഴേക്ക് വരുന്നില്ലേ? ഞാൻ തീരുമാനിച്ച ചടങ്ങല്ല, എനിക്ക് താല്പര്യമുള്ള ചടങ്ങുമല്ല. വീണ, ഇത്തരം ഒരു അവസരത്തില് നീ വില പേശരുത്. ശരിയാ, നീ തർക്കിച്ച എനിക്ക് അപേക്ഷിക്കേണ്ടി വരും, നിന്റെ കാല് പിടിക്കേണ്ടി വരും. പക്ഷെ ആ കുഞ്ഞിന്റെ കാര്യം. ഹരിയേട്ടൻ കേറി വാ. കേറി വാ ഹരിയേട്ട. അതിബുദ്ധിമാനായ നിങ്ങളോട് വിലപേശണമെങ്കിലേ കൃത്യമായ സമയം തന്നെ തിരഞ്ഞെടുക്കണം. ഞാൻ പലതവണ ആവശ്യപ്പെട്ടൊരു കാര്യം നമുക്കിടയിൽ കിടക്കുന്നുണ്ട്. നമ്മുടെ ഡിവോഴ്സ്. ഞാൻ പ്രസവിക്കുന്ന ദിവസം എനിക്ക് ഡിവോഴ്സ് അനുവദിക്കുമെന്ന് നിങ്ങൾ പറഞ്ഞതാ. മണ്ണിനെ സ്നേഹിക്കുന്നവൻ വാക്ക് തെറ്റിക്കില്ലെന്ന് കൂടെ കൂടെ പറയുന്നത് നിങ്ങൾ തെറ്റിച്ചു. ഇനി എനിക്കിതിൽ വിട്ടുവീഴ്ചയില്ല. ഞാൻ താഴെ വരാം, ആ ചടങ്ങിൽ പങ്കെടുക്കുകയും ചെയ്യാം. പക്ഷേ അതിനു മുമ്പ് ഈ പേപ്പറുകളിൽ ഒപ്പിടണം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.